സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കുമ്പോൾ തൃശൂർ ജില്ലയിലെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനത്തിൽ ഗുരുതര വീഴ്ചയെന്ന ആക്ഷേപം. ഇന്ധനക്ഷാമം മുതൽ ഫണ്ട് ലഭ്യതക്കുറവ് വരെ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം. സംസ്ഥാനത്ത് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുന്നതിനിടെയാണ് തൃശൂർ ജില്ലയിലെ എക്സൈസ് വകുപ്പിനെതിരായ വ്യാപക വിമർശനം ഉയരുന്നത്. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനമെമ്പാടും ആഞ്ഞടിക്കുമ്പോൾ ശക്തി ചോർന്ന തൃശൂർ ജില്ല. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട എക്സൈസ് വകുപ്പിനാണ് മെല്ലെപ്പോക്ക് നയം. ഭരണം മാറിയിട്ടും ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കിയിട്ടും ജില്ലയിൽ എക്സൈസ് സേന നിതാന്ത നിദ്രയിലാണ്. ജില്ലയിലെ എക്സൈസ് കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവരാണ് വകുപ്പിലെ താഴേക്കിടയിൽ ചലിപ്പിക്കാൻ അമാന്തം കാട്ടുന്നത്. വിവിധ സ്റ്റേഷനുകളിലേക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നതിനോ രാസലഹരിയുടെ വ്യാപനം തടയാൻ ഉദ്യോഗസ്ഥരെ പ്രാപ്തരാക്കാനോ ജില്ലാ മേധാവികൾക്ക് കഴിയുന്നില്ലെന്നാണ് പരക്കെ ആക്ഷേപം. വിവിധ സ്റ്റേഷനുകളിൽ ഇന്ധനം നിറയ്ക്കാൻ നൽകേണ്ട പണം പോലും കുടിശ്ശികയാണ്. ലക്ഷങ്ങൾ കുടിശ്ശികയായതോടെ പണം നൽകാതെ ഡീസലും പെട്രോളും തരില്ലെന്ന് പമ്പുടമകൾ തീർത്തു പറഞ്ഞതോടെ ജില്ലയിലെ വിവിധ എക്സൈസ് വാഹനങ്ങൾ കട്ടപ്പുറത്താണ്. മുൻ സർക്കാരിന്റെ കാലത്തെ കുടിശ്ശികയാണ് സ്റ്റേഷനുകളിൽ ലഭിക്കാനുള്ളത്. ലഹരിക്കെതിരെ പ്രഭാഷണം നടത്തി മുഖം രക്ഷിക്കുകയാണ് ഇപ്പോൾ വിവിധ എക്സൈസ് ഓഫീസുകളിലെ ഇൻസ്പെക്ടർമാരും പ്രിവന്റീവ് ഓഫീസർമാരും. പോലീസ് വകുപ്പിന് സർക്കാരിന്റെ നേരിട്ടുള്ള നിരീക്ഷണം ഉണ്ടെന്നിരിക്കെ ജില്ലയിലെ എക്സൈസ് വകുപ്പിന്റെ മെല്ലെപ്പോക്കിനെതിരെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അമർഷം ശക്തമാണ്. മീഡിയ ടൈം, മാള.